നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്നലെ ഡിസംബർ 29 ഞായറാഴ്ച ലൈല ക്രിയേഷൻസിൻ്റെ ഏറ്റവും ആനന്ദവും തൃപ്തികരമായ ഒരു ദിവസമായിരുന്നു. ഒരു മാസം ഒരു ഹ്രസ്വചിത്രം, ഒരു വർഷം 12 ഹ്രസ്വചിത്രം എന്ന വലിയ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ, ഞങ്ങളുടെ ഒരു സ്വപ്നം, അത് യാഥാർത്ഥ്യമായ ദിവസമാണ്. അത് നമ്മുടെ LT ധർമ്മയുടെയും ചക്കിയുടെയും മാത്രം ഒരു വിജയമല്ല. ഞങ്ങളോട് വളരെ അടുത്ത് ചേർന്നുന്ന PC വിശ്വനാഥ് MLA ഉൾപ്പെടെ വളരെ ചേർന്നുന്ന കുറച്ചു പേർ ഞങ്ങളെ അകമഴിഞ്ഞ് സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇങ്ങനെ മുഴുവൻ പേരുടെയും, ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച മുഴുവൻ പേരുടെയും ഒരു സംഗമവും ഒക്കെയാണ് വേണൂസ് കോളേജിൽ നടന്നത്. നല്ല പ്രൗഢഗംഭീരമായ സദസ്സായിരുന്നു. സിനിമ കാണാനും ഒക്കെ വളരെ കുറച്ച് സുഹൃത്തുക്കളെത്തി. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതിനേക്കാളുപരി ഞങ്ങളെ സന്തോഷിപ്പിച്ചത് ഞങ്ങൾക്ക് കുറച്ച് സംവിധായകയ്ക്ക് സമ്മാനങ്ങൾ നൽകിയ നല്ല മനസ്സുകളെയാണ്. അവരുടെ ഒരു വിശാലമായ മനസ്സിനെ ഞാൻ നാട്ടുവട്ടം വളരെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഇനി തുടർന്നും ഞങ്ങൾക്ക് ഈ പാതയിലേക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രചോദനമായി ഇന്നലത്തെ പരിപാടി പങ്കെടുത്ത ഓരോരുത്തരും, പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായി താല്പര്യമുള്ളത് എന്നോടൊപ്പം ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ കൂട്ടുകാരും ഒക്കെ എത്തി. അവരുടെയൊക്കെ പിന്തുണയും അവരുടെയൊക്കെ പ്രോത്സാഹനവും ഞങ്ങളെ വളരെ ആനന്ദിപ്പിച്ചു. എല്ലാവരോടും വലിയ സ്നേഹവും ഞങ്ങളുടെ മനസ്സിലുള്ള നന്മയുടെ പൂച്ചെണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നു. നമുക്ക് ഇന്നലത്തെ ലൈല ക്രിയേഷൻസിൻ്റെ മെഗാ ഈവൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നും നാളെയുമായി ആ വിശേഷങ്ങൾ വരാതിരുന്ന കൂട്ടുകാർക്ക് വേണ്ടി, വരാതിരുന്ന സഹൃദയർക്ക് വേണ്ടി ഞങ്ങൾ ആ ഈവൻറ്റ് അതിൻ്റെതായ മൂല്യത്തിൽ ഞങ്ങൾ അത് ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കുന്നു. നിങ്ങൾ കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക. സ്നേഹം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ സിനിമ കണ്ടു കാണും. ഇത് ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച്, എൻ്റെയും ചക്കിമോടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ ബഹുമാന്യരായ ഈ വേദിയിലുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സദസ്സിലുള്ള ബഹുമാന്യരെ ഒരേപോലെ സ്വാഗതം ചെയ്യുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെല്ലാം വളരെ ബഹുമാന്യരും ഒരേപോലെ പക്വതയുള്ളവരും എന്നെ സ്നേഹിക്കുന്നവരുമാണ്. ഈ സിനിമ ഞങ്ങളുടെ അനുഭവമാണ്. ഞങ്ങളെടുത്ത മുഴുവൻ 13 സിനിമകളിലും അഭിനയിച്ചവരും അതിലെ കഥാപാത്രങ്ങളുമെല്ലാം ഞങ്ങൾക്ക് പരിചയമുള്ളവരാണ്. ഇപ്പം സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങളെ വിളിച്ചതും ഈ 12ാമത്തെ ഒരു പരിപാടി ഇങ്ങനെ വലുതായിട്ട് സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചതും ഞാനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ സ്നേഹബന്ധമുള്ള മുഴുവൻ പേരും എത്തണമെന്നുള്ളതുകൊണ്ടാണ്. തനിയെ സത്യത്തിൽ ഇതിനകത്ത് പ്രതികളില്ല, വാദികളുമില്ല. നമുക്ക് ആ സിനിമ കാണുമ്പോൾ തോന്നും അച്ഛനും അമ്മയും കുഴപ്പക്കാരാണ്, സഹോദരന്മാർ കുഴപ്പക്കാരാണ്. അങ്ങനെയൊന്നുമല്ല കാര്യം. അത് സത്യസന്ധമായ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ മോൾ അനുഭവിച്ചാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് അവൾ അനുഭവിച്ച തീവ്ര ദുഃഖത്തിൻ്റെ ചെറിയ അടയാളമാണത്. അത് ഞങ്ങൾ പറയാനുള്ള കാരണം ഞങ്ങളുടെ മാത്രമല്ല. ഇപ്പോൾ ഞാൻ സ്കൂളുകളിലൊക്കെ, ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ പോയി കുട്ടികളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൊച്ചു കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും എന്നോട് വന്ന് വളരെ സങ്കടത്തോടെ പറയും, സാറ് പറഞ്ഞ് ശരിയാണ്, ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കാൻ ആളില്ല, ഞങ്ങളുടെ വിഷമം പറയാൻ ആളില്ല. ഞാൻ ബീഡി വലിച്ചു പോയത് ഒരാൾ സിഗരറ്റ് കൊണ്ടുവന്നപ്പം അച്ഛൻ്റെ അടുത്ത് പറയാൻ ശ്രമിച്ചു, അമ്മയുടെ അടുത്ത് പറയാൻ ശ്രമിച്ചു. അവരുടെ തിരക്ക് കൊണ്ട് അവരത് കേൾക്കാൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് കേൾക്കാനൊരു കാതും ആശ്വസിപ്പിക്കാനൊരു മടിയും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ ആകത്തില്ല. ഞാനൊരു പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് 25 വർഷമായി. പക്ഷേ അതിനു മുമ്പ് കൊച്ചു പണികൾ ചെയ്യുമെങ്കിലും ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന പല വാർത്തകളും മറ്റു പത്രങ്ങൾ കൊടുക്കുന്ന പോലെ ഞാൻ വീശി അടിച്ച് കൊടുക്കത്തില്ല. ഞങ്ങളുടെ പത്രഭാഷയാണ് വീശി അടിച്ച് കൊടുത്താൽ അങ്ങനെ കൊടുക്കത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ പടപ്പക്കരയിൽ ഒരു മുത്തച്ഛനെ അടിച്ചു കൊന്നു, അമ്മയെ കൊന്ന ഒരു പയ്യൻ്റെ കാര്യം, മയക്കുമരുന്നാണ്. അവനിവിടുന്ന് കടന്നു പോയതിനെ പിടി കിട്ടിയില്ല. ആ വാർത്ത കൊടുക്കാൻ വന്നപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും. ഞാൻ ആ വാർത്ത കൊടുത്തില്ല. അതിൻ്റെ കാരണം അവൻ്റെ വീട്ടിലെ പശ്ചാത്തലവും സംഗതിയൊക്കെ ആലോചിക്കുമ്പോൾ അവനങ്ങനെ ആകാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ നമ്മുടെ സമൂഹം പോലും ഇത്തരം കുട്ടികളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു തരത്തിലുള്ള രീതി മാറിയിട്ട്, നമ്മുടെ സമൂഹം മാറിയിട്ട് 10-25 വർഷം, ഒരു 4 നൂറ്റാണ്ടായി. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് പറയാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പുതിയ ലോകത്ത് പറയാനും കേൾക്കാനും ആളില്ല.
ഇപ്പോൾ ഒരു പ്രൊഫസർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, ദീപം കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ബാലവേദിയിൽ പഠിച്ച. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ കൂടെ ബാലവേദിയിലുണ്ടാകുന്ന കുട്ടികളെല്ലാം ഇന്ന് വലിയവരാണ്. അവർ ജീവിതത്തെ പൊരുതി ജയിക്കുന്നവരാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. പോരാട്ടം, ജീവിതം ചിലപ്പോൾ സമയത്ത് പോരാട്ടമാണ്. ഇപ്പോൾ എൻ്റെ മോള് ജീവിച്ചിരിക്കുന്നത്, അവൾ 4-5 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചൊരു കുഞ്ഞാണ്. നിങ്ങൾ പറഞ്ഞാൽ വിഷമിച്ചു. എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എന്നെ ഒന്ന് കൊന്നു തരുമോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. പിന്നെ എന്നോട് ഇന്നലെയും ചോദിച്ചു, അച്ഛന് ഞാനൊരു ശല്യമാണ്. ഇപ്പം നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഞാൻ അവിടെ അടുത്ത് പോയി നിന്നതാണ്. ചിലപ്പോൾ 2 വയസ്സുള്ളൊരു കുട്ടിയെ പോലെ എൻ്റെ കയ്യിൽ തൂങ്ങിയാൽ നടക്കുന്നു. നിങ്ങൾക്ക് തോന്നും ഈ കൊച്ചിനെന്താ കുഴപ്പമുണ്ടോ? ഒരുപാട് പേര് ഒത്തിരി കാലമായിട്ട് കൃത്യമായിട്ടും ഒരു മാതൃകാപരമായ ജീവിതം വെച്ചിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരി ലൈലയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്, ഒരേപോലെ സ്നേഹിച്ചവരാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഓരോ കാര്യത്തിൽ ജീവിതത്തിൻ്റെ പ്രാരാബ്ദം അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതനുസരിച്ച് ഞാൻ വിചാരിക്കുന്ന ഞാനൊരു വലിയ കക്ഷിയാണ്, ഒരു സാമൂഹ്യ ബോധമുള്ളവനാണ്, മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ മനസ്സിലാവും. നാട്ടുകാരെയൊക്കെ എനിക്ക് നന്നാക്കാൻ പറ്റും. പക്ഷേ എനിക്കെൻ്റെ മോളെ കേൾക്കാൻ പറ്റിയില്ല. എനിക്കെൻ്റെ മോളെ കേൾക്കാൻ പറ്റിയത് സത്യത്തിൽ കഴിഞ്ഞൊരു 4 വർഷമായിട്ടാണ്. പക്ഷെ അന്നേരം നമ്മൾ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം ഞങ്ങൾ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ അനുഭവം നിങ്ങളോട് പറയാനല്ല. നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ വീട്ടിലും കേരളത്തിൽ ഇത്തരം കുട്ടികളുടെ എണ്ണം കൂടുകയാണ്, വളരെ വലുതായി കൂടുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ. നിങ്ങൾ നോക്കുമ്പോൾ ഒരു കൊച്ചു പിന്നെ അമ്മയറിയാതെ അച്ഛനറിയാതെ 8 മാസം തികഞ്ഞ് വീട്ടിലിരിക്കുന്ന കൊച്ചു പ്രസവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ കുറ്റം പറയത്തില്ല. ഇത്രയും നാളായിട്ട് ഈ അമ്മയോട് എല്ലാവരും, ചില കുട്ടികൾ ചാടി പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴത്തേക്ക് അമ്മേനോട് അവൾ എന്തിനു പണി, ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു, ഞങ്ങളെല്ലാം പറയുമായിരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ അറിയാതെ പോയത്? ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം പറയത്തില്ല, നിങ്ങൾ പറയേണ്ടാത്തൊക്കെ പറയും, സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളതൊന്നും പറയത്തില്ലായിരുന്നു പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം, ഈ പൈസ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അന്നും ഇന്ന് ജീവിക്കാൻ കാശൊക്കെ വേണം. ഞാൻ കുട്ടിക്കാലത്തൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്. 10, 25, 50 കൂട്ടുകാരുള്ള ഒരു വലിയൊരു സുഹൃത്ത് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതിലെല്ലാം ഞാനൊരു ആദ്യം ഒരു ഫർണിച്ചർ കട തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ പേരിട്ടത് സംഘശക്തി എന്നാണ്. രാജീവൊക്കെ ഇവിടെ ഇപ്പോൾ അതിൻ്റെയൊക്കെ കക്ഷികളിവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു കാസറ്റുകൾ തുടങ്ങി. അന്നേരം വളരെ ആദർശകരമായിട്ട് കാസറ്റുകൾ നടത്തും. ഭയങ്കരമായിട്ട് കാശ് നഷ്ടം ഉണ്ടായി, ഒത്തിരി കടമൊക്കെ ഉണ്ടായി. അത് അന്നേരം എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, നിനക്ക് പഠിച്ചാലൊന്നും കിട്ടത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എഴുതാം. അന്നേരം എൻ്റെ കൂടെ നടന്നത് PSC പരീക്ഷ എഴുതലെന്ന് എഴുതി. ഞാനും പിന്നെ എഴുതി. സ്വാഭാവികമായിട്ട് എനിക്ക് രണ്ട് പരീക്ഷ കിട്ടി. ഒരെണ്ണത്തിന് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. എനിക്ക് അന്നേരവും ഇന്നേരവും കൂടുതൽ പ്രശ്നം, ഈ അധികാരത്തിൻ്റെ കയറും എനിക്ക് സഹിക്കത്തില്ല. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരിയിലായാലും അവിടെ വാപ്പ എന്നോട് പറഞ്ഞു, ഇവിടെ PG ഒക്കെ എടുത്തിട്ടുണ്ട്, MSc MD ഒക്കെ ഉണ്ട്. അത് വാപ്പ ഒരു ദിവസം എന്നെ വിളിച്ച് വീട്ടിലൊക്കെ വന്ന് കണ്ടിട്ട് പറഞ്ഞാൽ, അവൻ തെരുവുനാളെ കളിച്ച് നടക്കാൻ നീ തെണ്ടിപ്പോവും, നിനക്കെങ്കിലും ജോലിയില്ല, ജീവിക്കാൻ പാടാമെന്ന് പറഞ്ഞു. പുള്ളി അന്നേരം എന്നെ വിളിച്ച്, കല്യാണത്തിന് നിങ്ങൾ ആലോചിക്കണം, ഒരു 35 വർഷം മുമ്പ് ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു അച്ഛൻ പിന്നെ മരുമോനാകാൻ ശ്രമിക്കുന്ന ഒരാളെ വിളിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വന്ന് കണ്ട ഇഷ്ടപ്പെടാം, ഞാനൊരു കാര്യം ചെയ്യും, MS കോളേജിലൊരു 75,000 രൂപ കൊടുത്താൽ അവർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു, കാശ് കൊടുത്ത് ഞങ്ങൾക്ക് ജോലി വേണ്ട, ബുദ്ധിമുട്ട് ഞങ്ങൾ ജീവിച്ചോളാം. അവസാനം വാപ്പ ചെന്ന് പറഞ്ഞു, ഇഷ്ടം അങ്ങനെയാണ് ആകട്ടെ എന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് 2 ദിവസം വാപ്പൻ്റെ അടുത്തോളം ബാക്കി ബന്ധുക്കളെ കുഴപ്പമുണ്ടാക്കും, അതുകൊണ്ട് 2 ദിവസം കൊണ്ട് മോളെ വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കണം സുരക്ഷിതമായിട്ട് എന്ന് പറഞ്ഞൊരു വാപ്പയുണ്ട്. പക്ഷേ എൻ്റെ ചക്കി ഇതുപോലെ ഇപ്പം തെരുവുനാടൻ കളിക്കുന്ന കല്യാണം കഴിക്കാൻ വന്നാൽ ആ വാപ്പയുടെ ധൈര്യം എനിക്കില്ല. പക്ഷേ ഇന്ന് വരെ ഞങ്ങൾ അത്രയും സ്നേഹത്തെ സൗഹൃദത്തിലാണ് പോയത്. പിന്നെ എനിക്ക് പൈസയുള്ള 2 കൂട്ടുകാരുണ്ട്. അന്ന് മോഹൻ സാറും 2 അബ്ദുൽ മുത്തലീബുമാണ്. അതുകൊണ്ട് തന്നെ ഈ തരം ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും പൈസ മേടിക്കാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട്. പക്ഷേ എനിക്കത് വലിയ സന്തോഷമാണ്. പൈസ ഇല്ലാത്തവരാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ വിചാരിക്കുന്നത്. ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് വീടുകളിൽ മാറി വാടകകളിലൊക്കെ താമസിക്കുക. എൻ്റെ അത്താണിയായിട്ടുള്ള മോഹൻ സാർ എനിക്കൊരു വീട് മേടിച്ചു തന്നു. നിങ്ങൾ പറയുന്നത് 2 ലക്ഷം രൂപയ്ക്കൊന്നുമല്ല, ഒരു 8 വർഷം മുമ്പ് 28 ലക്ഷം രൂപയ്ക്ക് അത് മേടിച്ചു തന്നു. പിന്നെ മുത്തലീഫും അതേപോലെ നമ്മുടെ ഒരു സുഹൃത്താണ്. എൻ്റെ എല്ലാ അപകടങ്ങളും, എൻ്റെ എല്ലാ പ്രതിസന്ധികളും, എൻ്റെ ബുദ്ധിമുട്ടുകളിലും എല്ലാം എന്നോടൊപ്പം നിങ്ങൾ 2 പേരെടുത്ത് ഞാൻ കാശ് ചോദിക്കത്തുള്ളൂ. ഇത്തിരി പൈസ വേണം എന്ന് ചോദിക്കും. മോഹൻ സാർ പണ്ടൊക്കെ സാറിനടുത്ത് ഇതിനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചോദിച്ചു, പ്രശ്നം വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, പ്രയാസമുണ്ടോ? സാറിനത് മനസ്സിലാവുമല്ലോ. നമ്മുടെ സാറേൻ്റെ പ്രശ്നമുണ്ട്, ഞാൻ ചോദിക്കത്തില്ല. മുത്തലീഫിനടുത്തേക്ക് ഞാൻ പറയും, പൈസ വേണമല്ലോ, എത്ര വേണമെന്നല്ല ചോദിക്കുന്ന ഒരു പൈസ തരും. അതെനിക്ക് വലിയ സന്തോഷം. ഇവർ 2 പേരെ 2 തരത്തിലാണ് പരിചയപ്പെട്ടത്. മുത്തലീഫ് എൻ്റെ കൂടെ പഠിച്ചാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലായിരുന്നു.
ഈ കടയൊക്കെ തുറന്ന് ഒരു പരസ്യക്കടയുണ്ടായിരുന്നു. അവിടെ ഈ ഇവരുടെ കടയുടെ പരസ്യം കൊണ്ടുവന്നപ്പോൾ ഞാനവിടെ ഇല്ല, വേറെ ആരാണ്ട, ഞാൻ ഏതാണ്ടൊക്കെ എഴുതി കൊടുത്തു. അത് ഞങ്ങൾ അന്നേരം വലിയ നീതിമാന്മാരാണ്ട് ഒരു റൗണ്ടിൽ 6 കാലം 3 പ്രാവശ്യം ഇടത്തുള്ളൂ. ഇത് 20 പ്രാവശ്യമൊക്കെ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇടത്തില്ല, 3 പ്രാവശ്യം ഒക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നെ പുള്ളി അതേപോലെ ദേഷ്യക്കാരനാണ്, എനിക്ക് അവൻ്റെ വേണ്ടാന്ന് പറഞ്ഞു. ഞാനിതൊന്നും പിന്നെ ഞാൻ അറിയുന്ന ഒരു ദിവസം കലയോടി ജോസഫ് സാറിൻ്റെ വളരെ അടുത്ത പരിചയക്കാരനാണ്. നേരത്തേക്ക് ഞാൻ അവിടെയൊക്കെ പോകും, മോൻ്റെ ഒരു സിനിമയൊക്കെ അവിടെ വെച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ജോസാറിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പ്രായമുള്ള 3 പേര്, ഒരു 40 വയസ്സോ ഒക്കെ ഉള്ള 2 സ്ത്രീകൾ, ഒരു കൊച്ചു പയ്യനും, അവരുടെ അമ്മ മരിച്ചു, അമ്മയാണ് നോക്കുന്നത്. ഇവർക്ക് 3 പേർക്കും സ്ഥിരബുദ്ധി ഇല്ലാത്തതാണ്. എവരെ ജോസഫിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, പോലീസ് സ്റ്റേഷനിൽ എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ 10 മണിക്ക് വരും. എന്നിട്ട് പറഞ്ഞ് ചിന്നൂസ് ജുവല്ലറിയും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞേക്കണം. ഞാൻ ചോദിച്ചു അങ്ങേ അടുത്ത് എന്തിനാണ് പറയുന്നത്? അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ഇത് നടന്നു പോകുന്നതിനകത്ത് ഒരുപാട് പങ്കുണ്ട്, കെട്ടിടം കെട്ടി പഴിച്ചത്. എനിക്ക് വലിയ സന്തോഷം തോന്നി മാഡം. ഞാൻ അങ്ങനെ കടയിൽ പോയി വിളിച്ചു, സംഗതി വന്ന് പിറ്റേന്ന് വന്നു. പിന്നെ ഞങ്ങൾ വലിയ സൗഹൃദത്തിലായി. പിന്നെ ഞങ്ങൾ രാവിലെ ഒന്നിച്ച് നടക്കാൻ പോയി, യോഗ ചെയ്തു, കുടുംബ കുടുംബങ്ങളെ പോലെ. ഇപ്പം എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാനൊരു മുണ്ടും വാങ്ങിച്ചൊരു മുണ്ടെടുക്കുന്ന ഒരാളല്ല, അത് ഉടുത്തുകൊണ്ട് പാവപ്പെട്ട അവിടെ വന്നു. വലിയ സൗഹൃദമാണ്. ഇപ്പോൾ ഇത് തന്നെ നന്നായിട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഒത്തിരി കാണും. പിന്നെ നമ്മൾ ഈ സിനിമ എടുത്തത് ഒരുപാട് പേര് പറയുന്നത് പോലെ ഞങ്ങൾക്ക് സിനിമ എടുക്കാനുള്ള മോഹങ്ങളുണ്ട്. മോക്കൊരു ആത്മധൈര്യം ഇല്ലാതെ ബുദ്ധിമുട്ടി. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വലിയ പ്രശ്നമുണ്ടായി. ഞങ്ങൾ പല മാർഗ്ഗങ്ങൾ നോക്കി. ആദ്യം ഞാൻ ഗുരുക്കളുടെ അടുത്ത് കളരി പഠിക്കാൻ പോയി. ഞാൻ ഈ അധ്യാപകരെൻ്റെ മുമ്പിലുള്ള എന്നെ സ്നേഹമുള്ളൊരു അധ്യാപകർ ഒരുപാട് പേരെൻ്റെ മുമ്പിൽ എടുപ്പുണ്ട്. പക്ഷേ ഞാൻ തുറന്നു പറയുന്നു, ഔദ്യോഗികമായിട്ട് അനൗദ്യോഗികമായിട്ടുള്ള അധ്യാപകർ 80% സമൂഹത്തെ നശിപ്പിക്കുന്നത്. അവർക്ക് കുട്ടികളുടെ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പഠിപ്പിക്കാൻ മാർക്ക് കിട്ടും. ഞങ്ങൾ കളരി പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ കളരിയിലാണ് ഗുരുക്കളല്ലാത്ത സമയത്ത് പഠിപ്പിക്കുന്നവരുടെ ഹാർട്ട് മൂലം അവൾ നിർത്തി. എൻ്റെ ഒരു യജ്ഞം പോയി. ഒരു യജ്ഞം പരാജയപ്പെടുമ്പോൾ 6 മാസം 8 മാസമാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൃത്തം പഠിക്കാൻ പോയി. അത് നൃത്തം പഠിക്കാൻ പോകുന്നവർ കലാമണ്ഡലത്തിൽ നിന്ന് MPhilൊക്കെ എടുത്തവരാണ്. പക്ഷെ ചെറുപ്പക്കാരാണ്. അവരെക്കുറിച്ചൊക്കെ ഞാൻ പത്രത്തിൽ സ്റ്റോറിയൊക്കെ കൊടുക്കും. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പഠനം തുടങ്ങി 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പഠിക്കാൻ ചെല്ലുന്നവരെ കൈകാര്യം ചെയ്യും. അപ്പോഴത്തേക്ക് അത് നിർത്തി വന്നു. വീണ്ടും പോയി 6 മാസം. പിന്നെ പാട്ട് പഠിക്കണം എന്നാലോചിച്ചു. പിന്നെ പാട്ടുകാരെ ഒരുപാട് പേരെക്കുറിച്ച് ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞ് അവരും ഇതിന് തയ്യാറായി. ഏറ്റവും അവസാനം ഞാനും ബുദ്ധിമുട്ടി. അപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു അച്ഛൻ നടക്കത്തില്ല, അത് അച്ഛൻ ഞാൻ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. ഞാൻ യഥാർത്ഥത്തിൽ മോളെ ആക്കിയിട്ട് പുറത്ത് വാർത്തയ്ക്ക് എടുക്കാൻ പോകുമ്പോൾ ഞാൻ വളരെ വിഷമിച്ചാണ് പോകുന്നത്. കാരണം തിരിച്ചു വരുമ്പോൾ ഇവർക്ക് എവിടുത്തെ കാര്യങ്ങൾ കേൾക്കാൻ ആൾ വേണം. തിരിച്ചു വരുന്നവരെ ഞാൻ എന്ത് സംഭവിക്കുന്നില്ല, പക്ഷെ പുറത്ത് പോകാതിരിക്കാനൊക്കത്തില്ല. അങ്ങനെ ഇരുന്ന ജീവിതം പോകും. അവസാനം വളരെ പ്രയാസപ്പെട്ടു. ഞാൻ എൻ്റെ കൂട്ടുകാർ പറയുന്ന പോലെ എൻ്റെ വീട്ടിലുള്ള എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും എൻ്റെ കൂട്ടുകാർക്കറിയാം. അവൾ തമാശയ്ക്ക് പറയാറുന്നത് എൻ്റെ രഹസ്യഭാഗത്തൊരു മറുകം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇയാളുടെ കൂട്ടുകാർ പറഞ്ഞേനെയല്ലോ എന്ന് പറയുന്ന തരത്തിൽ അവൾ എന്നോട് പറയുമായിരുന്നു. അത്രത്തോളം ഞാൻ അങ്ങനെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ വാർത്ത തുടങ്ങിയത് പൈസയ്ക്കൊന്നുമല്ല. അതിൻ്റെ നാട്ടുവട്ടം വാർത്ത ചാനൽ ഞങ്ങൾ നടത്തുന്നതും അങ്ങനെയല്ല. ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ കിട്ടണം, എവിടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുക. അതുവരെ ഞങ്ങൾക്ക് യൂട്യൂബ് എന്തോന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് എഡിറ്റിംഗ് എന്തോന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് ഈ സാധനം എന്തോ. ഞാൻ ഒരു ദിവസം മോളെടുത്തുള്ള മക്കളെ നമുക്കൊരു വാർത്താ ചാനൽ തുടങ്ങാം. വൈകിട്ട് പോയി ഒരു ചെറിയ പരിപാടി എടുത്തുകൊണ്ട് വന്ന് ഞാൻ കട്ടിലയിലോട്ടിരുന്ന് 2 തലയണ എൻ്റെ പുറത്ത് വെച്ച് അതിൻ്റെ പുറത്തൊരു ടേബിളിലാകുമ്പോൾ വെച്ച്. എനിക്കന്ന് ഇത്രയും താടിയല്ല, ഇത്രയും നല്ല കുട്ടപ്പനായിട്ടൊന്നും ഇരിക്കുകയല്ല, 90 വയസ്സുള്ള ഒരു വൃദ്ധനായിട്ടൊക്കെ ഇരിക്കുന്നൊരു സമയം. ഞാൻ അതിൻ്റെ ഒരു വാർത്തയൊക്കെ വായിച്ച് കേവള എടുത്തുകൊണ്ട് പോയി. ഇന്നലെ മോഹൻസാറിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങളിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പറഞ്ഞു ആ ചൈസ് റെഡിയായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു. ഒരു 4-5 ദിവസം ഞങ്ങളൊരു കൊച്ചു വാർത്തയിട്ട് 5-ാമത്തെ ദിവസം മണ്ഡലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു കർണാലം പറഞ്ഞു അമ്മ എന്തായാലും ഒരെണ്ണം ഇടുകയല്ലേ, ഞങ്ങളൊരു 5-6 ഇടുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5-6 ഇട്ട് പിന്നെ ഈ വാർത്ത അങ്ങായി. അന്നേരം അതായപ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ ഏത് സാധനം പിന്നെ ഈസിയാവും. 3 മണിക്കൂർ കൊണ്ട് അവൾ ചെയ്യുന്ന സാധനം പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് വളഞ്ഞ് തീർക്കും. പിന്നെ നമുക്ക് ഒരുപാട് സമയം എനിക്ക് മനസ്സിലായി നടക്കത്തിൻ്റെ ബുദ്ധിമുട്ടും. വീണ്ടും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരും. ഏടിയും പാമ്പ് പോലെ 98 പോവും. ആ പാമ്പ് വിഴുങ്ങി 2 കൊണ്ടുവരും. വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമ്മർദ്ദമല്ല. നിങ്ങളുടെ വീട്ടിൽ ഇത്തരം കുട്ടികളുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പറഞ്ഞു നമുക്ക് സിനിമ എടുക്കാം. അച്ഛൻ അവിടെ വെച്ച് സിനിമയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് സിനിമ എടുക്കാം, നമുക്ക് സിനിമ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ കുറച്ച് സ്വർണ്ണം ഞങ്ങളുടെ ഉണ്ടാകുന്നു. ഈ മുത്തലിഫിൻ്റെ കൊണ്ട് വിൽക്കാൻ പോയിട്ട് എന്തിനാണ് വിൽക്കുന്നതെന്ന് നമ്മൾ പറയും സിനിമ എടുക്കാൻ. അങ്ങനെ എന്നെ ചീത്ത വിളിക്കും.
ചില സമയത്ത് നല്ല ചീത്തയൊക്കെ വരും. അതുകൊണ്ട് അതുകൊണ്ട് റസാക്കിൻ്റെ അടുത്ത് പോയി, ആശുപത്രിയിൽ പോയിട്ട് ഇതെല്ലാം കൊടുത്ത് പൈസയൊക്കെ മേടിച്ച് നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ 1,40,000 രൂപയുടെ മൊബൈൽ ഫോണാണ് ഞങ്ങൾ മേടിച്ചത്. ഇത് മേടിച്ചു, കമ്പ്യൂട്ടർ അപ്ഗ്രേഡ് ചെയ്യാൻ 2 ലക്ഷം രൂപയായി. പിന്നെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിനകത്ത് എല്ലാ ചാനലിനകത്ത് മുത്തലിൽ ഒരു പരസ്യം തരും, എല്ലാ മാസവും പരസ്യം. ആ പൈസയാണ് സത്യത്തിൽ ഞങ്ങളുടെ ഒരു അസറ്റ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമാണ്. ഈ സാധനം നടത്തുന്നതുകൊണ്ട് എനിക്ക് സിനിമയ്ക്ക് നിർമ്മാണിക്കാൻ ഒരുപാട് പൈസ തരുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാർ പാവപ്പെട്ടതിനെ ശല്യം ചെയ്യും. അതിൻ്റെ ഒരു കുഴപ്പം വേറെ. എങ്കിലും നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഇത്രയും വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു വലിയ സന്തോഷം. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഏഷ്യാനെറ്റ് കഴിഞ്ഞ പ്രാവശ്യം കോളനികളിൽ പോയി കുട്ടികളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും വലിയ ജോലിക്കാരാണ്, ഡൽഹിയിലാണ്, അമ്മൂമ്മയോടൊപ്പമാണ്, ഞാൻ മിസ്സാവുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് സംസാരിക്കാനാളില്ല, ഞാൻ ഈ തനിയെ സിനിമ കണ്ടത് കള്ളമൊന്നുമല്ല. ഒരുപാട് കുട്ടികൾ കട്ടിലിനോട്, മേശയോട്, വീടിൻ്റെ ചുവരിനോടൊക്കെ സംസാരിച്ച് സമയം കളയുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് അവരോട് മിണ്ടാനാളില്ല. നിങ്ങളുടെ അടുത്ത് തന്നെ മിണ്ടാൻ ആളില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയിൽ തോന്നുന്ന ആലോചിച്ചാൽ മതി. ജയിലിനകത്ത് കിടക്കുന്നതിനേക്കാൾ ഭീകരമാണ് നമ്മൾ ആ സിനിമയിൽ അവസാനം പറയുന്നത്. തനിച്ചാവുക എന്ന് പറയുന്നത് വളരെ ആത്മഹത്യാപരമാണ്. അത് വലിയ ഇതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ അങ്ങനെ എവിടെ വിറച്ചൊക്കെ നിന്നാണ്, വിറച്ച് വിഷമിച്ച് നിന്നാണ്. ഇപ്പോൾ അവർക്ക് ധൈര്യമായി. ഈ ധൈര്യത്തിലേക്ക് ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പ്രശ്നമായി. MLA യോടുള്ള ചില സമയം കിട്ടുമ്പോൾ ഒരു ദിവസം ഞാൻ ഒരു പരിപാടി വന്നപ്പം പിന്നെ TKM കോളേജിൽ കണക്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അതുകൂടെ കഴിഞ്ഞിട്ട് ഇത് വരാമെന്ന് പറഞ്ഞു. പക്ഷേ എവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് ഭയങ്കര വിഷമം വരുമ്പോൾ എന്നെ വിളിക്കും. ഞാനതുകൊണ്ട് 10 മിനിറ്റ് എത്തും. പക്ഷെ അന്ന് ഇങ്ങനെ വിളിച്ച് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയി. അവിടുന്ന് താമസിച്ചു സത്യത്തിൽ അത് അവിടെ ജീവിതം അന്ന് തിരിച്ചു കിട്ടിയത് എൻ്റെ ഭാഗ്യത്തിനാണ്. അവിടെ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ 10 മിനിറ്റ് ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ അച്ഛൻ എന്നെ കാണത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്നത് പിന്നെ ഇവിടെ നിർത്തി ഞങ്ങളുടെ വേദനയും വിഷമം പറഞ്ഞ് നിങ്ങളുടെ സഹതാപമൊന്നും നമ്മുടെ ഒരു മിനിറ്റ് സഹതാപവും നമുക്ക് വേണ്ട, അതിനല്ല പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സിസ്റ്റർ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം സിസ്റ്റർ ഡോക്ടർ നമ്മളതിന് മുമ്പ് നമ്മുടെ പരിപാടിക്കൊക്കെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ സിസ്റ്ററിനോട് പോയി പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, അതുകൊണ്ട് സിസ്റ്റർ ഒരു കാര്യം ചെയ്യണം. സിസ്റ്റർ ചെയ്യുന്ന സിസ്റ്റർ പിന്നെ അവളോടൊന്നും ചോദിക്കരുത്, അവൾ പറയുന്ന സിസ്റ്റർ കേൾക്കണം. ഞാൻ കൂടാതെ വേറെ ആളോട് അവിടെ പിന്നെ പരിഗണിക്കുന്ന ഒരാളാണെന്ന് തോന്നിയാൽ കുറച്ച് വ്യത്യാസം വരും. ഞാൻ പറയുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധയോടാണ് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ വിവരക്കേട് നിങ്ങൾ ക്ഷമിച്ചാൽ മതി. എങ്കിലും സിസ്റ്റർ വളരെ മനോഹരമായിട്ട് അത് ഏറ്റെടുത്തു. പിറ്റേന്ന് അവളോട് ഞാൻ പറഞ്ഞ അച്ഛ അവരൊന്നും വരുത്തില്ല സച്ച, അത് ആവശ്യമില്ലാതെ അവരെന്നെ ചെയ്യുമ്പോഴത്തേക്ക് അവർ ചോദിക്കും അത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വല്ലതും പറയാനുണ്ടോ. ഞാനിങ്ങനെ ഏറ്റെപ്പെടും. അങ്ങനെ പറഞ്ഞു. ഞാനിതെല്ലാം സിസ്റ്ററിനോട് തുറന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സാറേ വരുമെങ്കിൽ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ചക്കി വരുമെങ്കിൽ വരാൻ പറഞ്ഞു. പക്ഷെ അവൾ ചക്കയോട് വിളിച്ച് വെച്ച് ഞാനും ചക്കയും കൂടെ പോയി. സിസ്റ്റർ സംസാരിച്ചു വന്നപ്പോഴേ സിസ്റ്ററിൻ്റെ ചില സാധനങ്ങൾ സിസ്റ്റർ പറഞ്ഞു, അവൾ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാണ്, വലിയ കഷ്ടപ്പാടായി, എനിക്ക് സഹിക്കാറുണ്ട്. സിസ്റ്റർ അങ്ങനെ ചോദിച്ചു, ഇവിടെ ഇത്രയും നാൾ സഹിച്ച് 10-15 പ്രാവശ്യം ചാവാൻ പോയ ഒരാൾ ചത്ത് ജീവിച്ചത് ഇതിൽ കൂടെ നിന്നോട് സഹിക്കാൻ ധൈര്യമായിട്ട് നിന്നോട് മക്കളെ ചോദിച്ചു. സത്യത്തിൽ ആ ഒരു വാചകം അവിടെ ജീവിതം മാറ്റിമറിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത് ചില സിനിമകളൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടിയെടുത്ത് ഞങ്ങളുടെ ഇതിനകത്തുള്ള ഒരു കർമ്മയെന്ന് പറഞ്ഞ ഒരു സിനിമ എടുക്കാനൊക്കെ ആ മാസം അങ്ങ് മുടങ്ങും, ബുദ്ധിമുട്ടും. ഞാനിതൊക്കെ പറയുന്നത് ഈ 12 സിനിമ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഞങ്ങൾക്ക് എഡിറ്റിങ് അറിഞ്ഞൂടെ ഒന്നും പറഞ്ഞില്ല. ഒരു സ്ഥാപനം സിനിമയെക്കുറിച്ച് എൻ്റെ മോനാണെങ്കിൽ അങ്ങനെയല്ല, അവൻ 5 സിനിമ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ വരും, അവന് പിന്നെ കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞു. അതിന് പിന്നെ പൃഥ്വിരാജിലൂടെ അസിസ്റ്റൻ്റായിട്ട് ഇപ്പം എമ്പുരാനൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതിനകത്തൊന്നും ഈ 12-13 സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. നമ്മൾ ചേർത്ത് നിർത്തി എന്ന് പറയുന്ന ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറഞ്ഞവരെല്ലാം അതിനകത്ത് കുറ്റങ്ങൾ മാത്രമേ പറഞ്ഞു. അവരോട് അവരുടെ കുഴപ്പമല്ലത്. കാരണം അവർ പറയുന്നത് നിങ്ങളുടെ ഇതിൻ്റെ ഒരു സ്ഥാനത്തിലെ കഷ്ടപ്പാടല്ല ഞങ്ങൾക്ക് അതിൻ്റെ സംഗതി മൂല്യങ്ങളാണ് അറിയുന്നത്. നമ്മൾ മൂല്യം മത്സരിക്കാനല്ല ഞങ്ങൾ ചെയ്തത്. എൻ്റെ ഒരു കൊച്ചു പിന്നെ യൂട്യൂബ് ചാനലിനെ ആൾക്കാരെ താരതമ്യപ്പെടുത്തുന്ന 24 ചാനലുമായിട്ടൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ സിനിമയൊക്കെ താരതമ്യപ്പെടുത്തുന്ന മഹത്തായ സിനിമയെക്കുറിച്ചൊക്കെയാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എങ്കിൽ ഈ 12 പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ പ്രധാനമായിട്ട് നന്ദി പറയേണ്ടുന്ന ഒരാൾ MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സില്ലെങ്കിൽ ഈ സംഗതി നടക്കത്തില്ല. കാരണം 12 പൂർണ്ണമായിട്ട് വരാമെന്ന് പറയാൻ സമ്മതിക്കുകയും ഇന്ന് തന്നെ ഒരുപാട് പരിപാടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 1 മണിക്കൂർ ഇരിക്കണമെന്ന് പറഞ്ഞ് ഞാനീ പറയുന്ന സാധനം ഇദ്ദേഹം ജയിക്കുകയും നിയമസഭയിൽ ഉന്നയിക്കുകയും വേണം. കേരളത്തിലെ കുട്ടികളുടെ കൗമാരക്കാരുടെയും യൗവനക്കാരുടെയൊക്കെ മാനസികാരോഗ്യം തകരുന്ന തരത്തിൽ നമ്മുടെ വീടകങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. സമ്പത്തുള്ള വീട്ടിൽ പോലും ജയിലറകളാണുള്ളത്. വീടുകളിൽ MLA പറയുന്ന പോലെ ഒരു വീടല്ല 9 വീടാണ്. ഓരോ മുറികളും ഓരോ വീടായി മാറുന്ന തരത്തിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പോലും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരു 10 വർഷത്തിനകം കേരളം വളരെ മോശപ്പെട്ട തരത്തിലുള്ള മാനസിക രോഗികളുടെ ഒരു വലിയ കൂടാരമായി മാറും.
അതിൽ നമ്മളെന്ത് പറഞ്ഞാലും നടക്കത്തില്ല. പിന്നെ രണ്ടാമത് എനിക്ക് MLA യോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സ്കൂളുകളിലൊക്കെ കൗൺസിലേഴ്സിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ പാർട്ടിക്കാർ കാശ് കൊടുക്കാനാണെന്ന് എൻ്റെ ധാരണ. അവരെ പിൻവലിക്കണം. അവർ ചെയ്യുന്ന പണി മോൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഗിരീഷ് സാറൊക്കെ ഇരിപ്പുണ്ട്. പിന്നാട് സ്കൂളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് സ്കൂളിൽ 100-106 പിള്ളേരിക്കും. അത്രമ ഒരു അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് റൂമിൽ കയറ്റി തിരിച്ചു ചെല്ലുമ്പോൾ ഒരു വട്ടി പിടിച്ചൊരു പെങ്കൊച്ചു വരുന്നു. ഈ തരത്തിലാണ് കുട്ടികളെ കാണുന്നത്. ഇത് വളരെ മോശമാണ് എല്ലാ സ്കൂളിലും. ഞാനതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു സ്കൂളിൽ നിന്ന് വഴക്കുണ്ടാക്കി കൗൺസിലറെ പിൻവലിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മന്ത്രിക്കൊക്കെ പരാതി വെച്ചു, നിങ്ങളിങ്ങനെ കൗൺസിലർമാരെ വെക്കരുത്. ഒന്നീ ബോധമുള്ളവരെ വെക്കണം, അല്ലെങ്കിൽ സ്നേഹമുള്ളവരെ വെക്കണം, ഈ പണി അറിയാവുന്നവരെ വെക്കണം. ഇതല്ല ചെയ്യുന്നത്. എനിക്കൊരു മെൻ്റൽ സപ്പോർട്ട് വേണമെങ്കിൽ എന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കാൻ മുദ്രകുത്തുന്ന തരത്തിലല്ല അവർ പെരുമാറേണ്ടത്. അത്തരത്തിലുള്ള വലിയ മാറ്റം വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും MLA അതൊക്കെ ഉന്നയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. MLA അതേപോലെ തന്നെ പത്മകുമാർ സാറാണ് യഥാർത്ഥത്തിൽ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, തുളസറേ ധർമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഈ റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കര വില കൊടുക്കുന്ന ഒരാളാണ്. അത് വലിയ പ്രശ്നമാണല്ലോ. ചക്കി പറഞ്ഞാൽ അച്ഛാ സാറ് മാത്രമാണ് അത് കണ്ടുപിടിച്ചത്, വേറെ ആരും കണ്ടുപിടിച്ചില്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് കണ്ടുപിടിക്കുന്നുണ്ട് മക്കളെ. അങ്ങനെ അവിടെ കൂടെ സത്യത്തിൽ കുഞ്ഞിനോട് ഒരുപാട് ദിവസങ്ങളിൽ രാത്രിയിൽ അവിടെ കൈ പിടിച്ച് ഞാൻ 2ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ഒരു കുട്ടിയോടൊപ്പം കിടക്കുന്ന പോലെ കിടന്നാണ് അവിടെ ഇത്രയാക്കിയത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു ജന്മം, ഞാനൊരു ദൈവവിശ്വാസിയും മതവിശ്വാസിയൊന്നുമല്ല. ഞാൻ കൃത്യമായിട്ട് മനുഷ്യനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എങ്കിലും എൻ്റെ ഒരു ജന്മത്തിന് സാർത്ഥത ഉണ്ടായത് ഇപ്പോഴാണ്. കാരണം എനിക്കിങ്ങനെ ഒരു കുട്ടിയെ എത്രത്തോളം ഒരു നല്ല ഉണ്ടാക്കുന്ന നല്ല പ്രശ്നമുണ്ട്, നല്ല കഴിവുള്ള ഒരു കുട്ടിയെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് പകരം ഉയർത്താൻ കഴിഞ്ഞ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുകയാണ്. ഒപ്പം നല്ല കാര്യം എന്ന് നിങ്ങളുടെ കയ്യടിയൊക്കെ എനിക്ക് സന്തോഷം വേണ്ടുന്നത്, നിങ്ങൾ ഇത്തരം ഒരു കുട്ടി നമ്മുടെ ചുറ്റും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലുതായിട്ട് ശ്രമിക്കണം. എന്നെപ്പോലൊരു അച്ഛൻ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ വലിയ അച്ഛനായതുകൊണ്ട് പറയല്ല, എനിക്ക് അവളെ മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരികളുടെ സ്നേഹം കൊണ്ടുമാണ്. പിന്നെ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. എല്ലാവർക്കും ഓരോ മൊമെൻ്റ് കൊടുക്കും. ഒരുപാട് പേര് എൻ്റെ അനിയൻ സകൻ ചോദിച്ചു, ഈ വൃത്തിയായിട്ട പണി എന്തിനാണ് എല്ലാത്തിലെല്ലാം മൊമെൻ്റ് കൊടുക്കുന്നത്? അതല്ല കാര്യം, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. എനിക്കിപ്പോൾ എൻ്റെ ലൈല എന്നോടൊപ്പം ഇല്ല, പക്ഷെ അവിടെ ശ്വാസം എനിക്ക് കേൾക്കാം, അവിടെ മണം എനിക്കറിയാം, അവിടെ പിന്നെ ശബ്ദം എനിക്കറിയാം. എനിക്കത് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ചിത്രം ഞങ്ങളതിനകത്തൊന്നും ഞങ്ങൾക്ക് തരുന്ന ഒരാളുടെ ചിത്രം അടിച്ചിട്ടില്ല. ലൈലയുടെ ചിത്രമാണ് അടിച്ചിട്ടുള്ളത്. അത് ഈ വീടുകളിലെല്ലാം ഞങ്ങളുടെ അഭിനയിച്ച 128 പേരുടെ വീടുകളിലും അങ്ങനെ ഒരു മൊമെൻ്റ് ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കണം, അതെല്ലാ സ്ഥലത്തും ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾക്ക് അവളോട് കാണിക്കാനുള്ള സ്നേഹവായ്പിൻ്റെ അങ്ങേയറ്റം അതാണ്. ഞങ്ങളത് മരിക്കോളം തുടരും. പിന്നെ ഇത് ഞങ്ങളിവിടെ നിർത്താൻ ആലോചിക്കുന്നില്ല. ഒരു സിനിമ ആദ്യം ഞങ്ങൾ വലിയ മൊമെൻ്റ് പറഞ്ഞു, കുറഞ്ഞ് വന്നു. പിന്നെ അവസാനം കൈക്കുള്ളിലുള്ള മൊമെൻ്റ് ആയിരുന്നു. കാശില്ല. ആദ്യം ഞങ്ങൾ 6000 രൂപയ്ക്ക് മൊമെൻ്റ് വാങ്ങിച്ചു. പിന്നെ വന്ന പൈസ ഇല്ലാതായി. ഒരു സിനിമ എടുക്കാൻ ഒക്കത്തില്ലെന്ന് വിചാരിച്ച് അവസാനം നമ്മൾ പറഞ്ഞു, മക്കളെ എങ്ങനെ തീരും? നടക്കത്തില്ല അച്ഛാ, ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്താലും പരാജയമാണ്. അച്ഛൻ പറയുന്നത് 12 നടക്കത്തില്ല, ഈ സിനിമ നടക്കത്തില്ല, ഈ മാസം എന്നെ കൊണ്ടൊക്കത്തില്ല, വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ അവിടെ ജീവിതമുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ ഞാനും അവിടെ മാത്രം എടുത്ത ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടറിയാം. അവിടെ പ്രയാസം നമുക്കറിയാം, അവിടെ ബുദ്ധിമുട്ട്, അവർക്കുണ്ടാകുന്ന മെൻ്റൽ ടെൻഷൻ. ചില ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ മൂക്കിൽ കൂടെയൊക്കെ ചോര വരുന്നത് ടെൻഷൻ. സിസ്റ്റർ പറയുമ്പോഴാകെ ടെൻഷൻ്റെ ഭാഗമാണ് നമ്മൾ അറിയുന്നത്. അവൾ പറയുന്ന വെച്ചാൽ ഹൃദയം പൊട്ടിപ്പോവും. അവൾ ഇന്നും പറയുന്നത് ഇത് കഴിയുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ ചത്തുപോകുന്നൊക്കെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മക്കളെ, ഞാൻ നിന്നിലുണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാനുള്ളപ്പോൾ നീ എന്തിനാണ് പിടിക്കുന്നത്? ഒരു 10000 പേരുടെ ശക്തിയൊക്കെ എനിക്കുണ്ടെന്ന് നമ്മൾ പറയും. മാത്രമല്ല എനിക്കൊരു പനി വരാനൊക്കത്തില്ല, എനിക്കൊരു ക്ഷീണം തോന്നി കൂടുതൽ നേരം ഉറങ്ങാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ അവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ എണീക്കുന്നില്ല, എന്നും 4:15 എണീക്കും, ഞാൻ എല്ലാ പണിയും ചെയ്യും. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അവൾ പ്രക്ഷോഭമുണ്ടോ? അച്ഛനെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, അച്ഛനെ എൻ്റെ അടുത്ത് പോവാം, ഈ തരത്തിൽ പറയും. സ്വാഭാവികമായിട്ട് ഇതെല്ലാം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളോട് നിങ്ങൾ സംസാരിക്കണം. കുട്ടികളില്ലാത്തവർ ഭാര്യമാരോട് സംസാരിക്കണം, ഭാര്യമാർ ഭർത്താക്കന്മാരോട് സംസാരിക്കണം. അത് മനസ്സ് തുറന്ന് സംസാരിക്കണം. അതില്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ വിപ്ലവകാരിയാണെന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്ര വലിയ കാശുകാരനാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടാണെന്നേ ഞാൻ മലയാള ഭാഷയിൽ പറയത്തുള്ളൂ. വളരെ മോശമായി പോകും, നിങ്ങൾക്ക് സത്യസന്ധത ഇല്ലാത്തവരായി പോകും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒട്ടും നീട്ടുന്നില്ല. പിന്നെ എനിക്ക് വേണു സാറിനുള്ള നന്ദി പറയാനൊക്കത്തില്ല. അനിൽ സാർ ഞങ്ങളുടെ സ്ഥിരം അധ്യക്ഷനാണ്. അതുപോലെ വേണു സാറ്, ഗോപാലകൃഷ്ണ സാറ്, മുത്തലിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മോഹൻ സാറിൻ്റെ കാര്യം പറഞ്ഞു. ഇവരെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങളോട് വളരെ കരുതലോടും സ്നേഹത്തോടും തന്ന ഇത് ഞങ്ങളുടെ ശ്രമമൊന്നുമല്ല. ഞങ്ങളിങ്ങനെ ശ്രമിച്ചു, നിങ്ങളെല്ലാം സഹായിച്ചു.
പിന്നെ ഇതിനകത്ത് ഞങ്ങൾക്ക് ചിലപ്പം ഒരു വ്യത്യസ്തമായൊരു സാധനമുണ്ട്. ഞങ്ങൾ ഒന്ന് പറഞ്ഞോളാം, എല്ലാ സാധനങ്ങളും ചെയ്യുന്ന ഒരാൾ ഇതുവരെയില്ല. ഞങ്ങൾ മ്യൂസിക് ചെയ്യാൻ 2 പേരെടുത്തോടെ നടക്കാതായപ്പോൾ ഞങ്ങൾ മ്യൂസിക് ചെയ്തു. ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ 3-4 പേരെ കണ്ടു. സ്വാഭാവികമായിട്ട് ഇതിന് ഓരോന്നിനും കാശ് കൊടുത്തെങ്കിൽ ഒരു മിനിമം ഒരു 50,000 രൂപ ഒരു സിനിമയ്ക്കാവും. ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം നമുക്കൊരു 10-15 രൂപയ്ക്കകത്ത് നിർത്തി ഓരോ സിനിമയും ചെയ്യാൻ കഴിഞ്ഞു. ഇതിന് മുഴുവൻ പിന്തുണയും നൽകിയ നിങ്ങൾ ഓരോരുത്തരും ഉള്ള ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നക്ഷത്ര പൊൻപ്രഭയിൽ ആരും കൊതിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളുമായി ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഓരോ പർച്ചേസിനും ഉറപ്പുള്ള സമ്മാനങ്ങളോടൊപ്പം ആഘോഷങ്ങൾ കൂടുതൽ മധുരകരമാക്കുവാൻ കൈനിറയെ ക്രിസ്മസ് കേക്കും. വിവാഹ പാർട്ടികൾക്ക് വെറും 2% മുതൽ പണിക്കൂലി. ചിന്നൂസ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ ഓഫർ ദിനങ്ങളിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ പവന് 400 രൂപ അധികം നേടുവാനുള്ള അവസരം. ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ ക്രിസ്മസ് നാളുകൾ ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിനൊപ്പം ആഘോഷമാക്കാം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. അടുത്തത് ഈ ചടങ്ങിൻ്റെ ആമുഖ ഭാഷണമാണ്. അത് നിർവഹിക്കുന്നത് ധർമ്മയാണ്. വേദിയിൽ സ്ഥലത്തിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ് തുടങ്ങുന്നത് മുഴുവിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നിങ്ങൾ 28 മിനിറ്റ് കൊണ്ട് കണ്ടു തീർത്തത് കഴിഞ്ഞ 12 വർഷം കൊണ്ടുള്ള എൻ്റെ ജീവിതമായിരുന്നു. കാരണം അതിപ്പം അച്ഛൻ പറഞ്ഞ പോലെ ആരുടെയും കുറ്റവും കുറവൊന്നുമല്ല. ഒരുപാട് കുഞ്ഞുങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇതൊരു സിനിമയാക്കണം എന്ന് എനിക്ക് തോന്നിയത്. അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞ കാര്യം അതിനേക്കാൾ എന്നോട് പറഞ്ഞില്ല, ജീവിക്കുമായിരുന്നു, അതിനകത്ത് ഞാൻ അഭിനയിച്ചതല്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഇതിനകത്ത് കുറ്റക്കാരായിട്ട് തോന്നും. അതങ്ങനല്ല. എന്നെയും ചേട്ടനെയൊക്കെ വളർത്താനായിട്ടും അമ്മ രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ട്യൂഷന് പോകും. അത് കഴിഞ്ഞൊരു 9 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ സ്കൂളിൽ, അത് കഴിഞ്ഞിട്ട് അടുത്ത ട്യൂഷൻ സെൻറ്റർ 7 മണിയാവും പാവം വീട്ടിൽ വരാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ ജോലികൾ സമയം കിട്ടാത്തതുകൊണ്ടാവും. പക്ഷേ ഒരു 12 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ച് അത് നമുക്ക് അത്ര ഇതായിട്ട് മനസ്സിലാവില്ല. ആ ഒരു സമയം തൊട്ട് 12 വയസ്സ് വരെ ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളെയും പോലെ ഇതിൻ്റെ എല്ലാ വർണ്ണശബളമായ രീതിയിൽ തന്നെയായിരുന്നു ജീവിച്ചത്. കാരണം അത് ഇവരുടെ ഇതുകൊണ്ടല്ല, മെയിനായിട്ട് തൊട്ടപ്പുറത്ത് നമ്മൾ പറയുന്ന അയൽപ്പക്കങ്ങൾ ഇല്ലാതാവുന്നതും ഇതിനകത്തൊരു കാരണമാണ്. കാരണം ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ജീവിച്ചിടത്തെല്ലാം തൊട്ടടുത്ത് വീടുകളുണ്ട്. പോയി കഴിഞ്ഞാൽ രാവിലെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ പോയി കഴിഞ്ഞാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മിണ്ടാൻ ഒരുപാട് പേരുണ്ട്. ഒരു 12 വയസ്സ്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ആ വീട് മാറി വേറൊരു വീട്ടിലേക്ക് പോകുന്നത്. അവിടെ വേറെ ആരുമില്ല. ആ വീട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പുരയിടങ്ങളാണ്. ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ തനിച്ചായിരിക്കും. നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ആരുമില്ല. എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ പറയാനാവില്ല. നിങ്ങളിതിനകത്ത് കണ്ട സീനുകളൊന്നും ചുമ്മാ ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയതല്ല. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ റൂമുകളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇവരുടെ സ്ട്രെസ്സിനോടൊക്കെ സംസാരിക്കുന്ന ഒരു ഞാനുണ്ടായിരുന്നു. അത് ഈ അഗ്നിപർവ്വത സ്ഫോടനം പോലെ ആ 8, 9 ഒക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ്സിലായപ്പോൾ ഇതൊന്ന് പൊട്ടി. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ സിസ്റ്റർക്കറിയാം, അന്നൊന്നും ഈ പറഞ്ഞ ഡിപ്രഷൻ എന്ന വാക്കില്ല. ആകെ ഒരു വാക്കേ ഭ്രാന്ത്. അങ്ങനെ 10ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് എളമ്പള്ളൂർ സ്കൂളിൽ എല്ലാത്തിനും മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു ധർമ്മ അല്ലെങ്കിൽ ചക്കി പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തത്തില്ല. ഇങ്ങനെ ചിലവിലാന്ന് മിണ്ടിക്കൊണ്ടിരിക്കും. അമ്മ എപ്പോഴും ചേട്ടനെ എന്നെയും കമ്പയർ ചെയ്യുന്നതന്നെ. ചേട്ടനൊന്നും മിണ്ടത്തില്ല, നാക്കുണ്ടോ നമ്മൾ വായിക്കായിട്ട് നോക്കണമെന്ന് പറയും. എനിക്കാണെങ്കിൽ കഴുത്തിന് ചുറ്റും നാക്കാണെന്നും പറയും. പക്ഷെ പിന്നീട് ഞാൻ അങ്ങനെ അറ്റത്ത് മിണ്ടിയിട്ടില്ല, പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല, ഒരു യുവജനോത്സവ വേദികളിൽ ഞാൻ കയറിയിട്ടില്ല. സഭാകമ്പം എന്താണെന്ന് പോലും അറിയാതിരുന്നു എനിക്ക്. പിന്നെ 3-2 പേരെ ബാക്കി അഡീഷണൽ കാണുമ്പോൾ പേടിയാവും. എവിടെയെങ്കിലും വിളിച്ചാൽ ഞാൻ വരത്തില്ല. നമ്മുടെ തന്നെ കൂടെ പഠിച്ച കൂട്ടുകാർ ഡിഗ്രിക്കും PGക്കും ഞാൻ പോകുമ്പോൾ ബസ്സിലൊക്കെ വെച്ച് ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഈ ചോദ്യങ്ങൾ തന്നെ നമ്മൾ പിന്നെയും പഴയ ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ചിലപ്പോഴൊക്കെ ആലോചിക്കുന്നത് എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ ആവുന്നത്.
സംസാരിക്കാൻ ഒരാളില്ലാതാകുമ്പോൾ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മളിതിനകത്ത് അവസാനം പറഞ്ഞ ഡയലോഗാണ്, ഒരാൾ തനിച്ചാകുമ്പോൾ അവർ പിന്നീട് എന്തായി മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പോലും ആലോചിച്ചല്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 12 കൊല്ലമായിട്ട് അച്ഛൻ പറഞ്ഞ പോലെ എനിക്കറിയാത്ത ഒരു എൻ്റെ കൂടാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാത്തിനും മിണ്ടിയും പറഞ്ഞും എല്ലാ ആൾക്കാരുടെ മുമ്പിൽ വരാൻ പേടിയില്ലാതിരുന്ന, എല്ലാത്തിലും കോൺഫിഡൻ്റ് ആയിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന എന്നെ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. അതിനുശേഷം അച്ഛൻ പറഞ്ഞ പോലെ ഞാനും അച്ഛനും ഒറ്റയ്ക്കായ സമയത്ത് പെട്ടെന്നൊരു ദിവസം അമ്മയെന്ന് പറഞ്ഞ ഒരാൾ ഇല്ലയെന്ന് പറയുന്നു. അതെനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടുമില്ല. ഞാൻ കാണുമ്പോൾ തന്നെ അമ്മ ട്യൂഷന് പോവാണ് രാവിലെ. ഇപ്പോഴും അന്ന് ട്യൂഷന് പോയപ്പോഴാണെന്ന് വിശ്വസിക്കുന്നതിനപ്പുറം എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനൊരു ദിവസം പെട്ടെന്ന് പോയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പിന്നെ ഞാൻ എന്തിനാ, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞ പോലെ ഞാനിങ്ങനെ അച്ഛനെ ബുദ്ധിമുട്ടിക്കാനായിട്ടൊക്കെ വേണോ എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഒരു ആത്മഹത്യയെക്കുറിച്ചൊക്കെ എഴുതി വെച്ച് ഇരുന്നപ്പോഴാണ് കുറച്ചേ ഇരുന്ന് ഒന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ കാലിൽ എന്തോ ഒരു ഭാരം നോക്കിയപ്പോൾ അച്ഛൻ കാലിൻ്റെ അടുത്തിരിപ്പുണ്ട്. തൊട്ടടുത്ത് ഞാൻ എഴുതി വെച്ച ആ സാധനം തുറന്നിരിപ്പുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ അത് വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ പോയ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ. ആ ഒരു വാക്കിലാണ് നിങ്ങളുടെ മുമ്പ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ട് അച്ഛന് വേണ്ടി ജീവിക്കണം, വേറെ ആർക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന് തോന്നി. പക്ഷെ അപ്പോഴും അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരാളാവാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ നാട്ടുവട്ടം ചാനൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള ആദ്യത്തെ ആ ഡേ വായിച്ചിട്ട് ചില ദിവസങ്ങളൊക്കെ പറയും അത് കൊള്ളാം, ഞാൻ അപ്പം അച്ഛനെ നോക്കും, അച്ഛൻ പറയിച്ചതാണോ എൻ്റെ സന്തോഷത്തിന് എന്ന് ഞാൻ ചോദിക്കും. ആരെങ്കിലും വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ ചോദിക്കും, സത്യം പറ അച്ഛൻ കള്ളം പറയല്ലേ, അങ്ങനെ ആരും പറയത്തില്ല, എൻ്റെ ശബ്ദം കൊള്ളത്തില്ല അല്ലെങ്കിൽ എന്നെ കൊള്ളത്തില്ല എന്നുള്ള രീതി ഞാൻ അച്ഛനോട് പറയും. പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോന്നും അച്ഛനോട് പറയാൻ തുടങ്ങി. ഒരു പ്രായച്ചിത്തം പോലെ പാവം കുറേ നേരം കരയും. പിന്നെ പറയും, ഇല്ല നീ ഇത്രയൊക്കെ സഹിച്ചില്ലേ, ഇനി നീ ആഗ്രഹിച്ച പോലൊക്കെ നിന്നെ ആക്കും, നിന്റെ പോയ 12 വർഷം അച്ഛൻ നിനക്ക് തിരിച്ചു തരും. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, ഇത് സിനിമയല്ലല്ലോ റീടേക്ക് എടുക്കാനായിട്ട്. എങ്കിലും അച്ഛൻ പറയുന്നത് കേൾക്കുമ്പം ആ പാവത്തിൻ്റെ മുഖത്ത് നോക്കുമ്പം പാവം പറയല്ലേ എന്ന് വെച്ച് ഞാൻ കേട്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ പതുക്കെ ഈ സിനിമയുടെ കാര്യം പറയുന്നത്. അച്ഛന് വേണ്ടിയിട്ടാണ്, എനിക്കറിയത്തില്ല, എനിക്ക് ഇതിൻ്റെയൊക്കെ കഴിവുണ്ടായിട്ടാണ് ഞാൻ ചെയ്തതൊന്നുമല്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറേ വർഷത്തിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ സാധനം വീണ്ടും പരാജയമായി പോകുമോ എന്നുള്ളൊരു പേടി. ആ പേടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സിനിമ കഴിഞ്ഞ് എന്നെ ആദ്യമായിട്ട് വന്ന് കെട്ടിപ്പിടിക്കുന്ന ചേച്ചി ഇവിടെ ഇല്ല, സുശീല മദനൻ, ആ ചേച്ചി അവിടെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചക്കി മോളെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, സത്യമായിട്ട് പറയുകയാണോ സ്വപ്നം വല്ലതും കാണുകയാണോ. ആ വന്നോളൊരു കെട്ടിപ്പിടുത്തമാണ് ഞങ്ങളുടെ സിനിമയുടെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അഭിനന്ദനം എന്ന് പറയുന്നത്. അത് ഞാൻ മറക്കത്തില്ല. അതിനുശേഷം വേദിയിൽ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ പോലെ പക്ഷെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഞാനിങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്ന് ഒരാളും ചോദിച്ചില്ല എന്നുള്ളതൊരു വിഷമം തന്നെയാണ്. കാരണം 12 വയസ്സ് വരെ അനിൽ സാറിനൊക്കെ അറിയാമായിരിക്കും. സ്കൂളിൽ മാറ്റേണ്ടതിനെ പോലെ തന്നെ എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം മിണ്ടാറാവുമ്പോൾ എന്താണ് നമ്മളങ്ങനെ ആവുന്നതെന്ന് ചോദിക്കാൻ പോലും ഒരാളില്ല എന്നുള്ള തിരിച്ചറിവാണ്. നമ്മൾ അന്ന് വരെ കണ്ടവരെല്ലാം നമുക്ക് അവരെന്തൊക്കെയോ ആയിരുന്നു, പക്ഷേ അവർക്ക് നമ്മൾ ഒന്നും അല്ലായിരുന്നല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ്, അത് വല്ലാതെ വേദന തരുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഓരോരോ സിനിമകൾ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം ഓരോരോ ബുദ്ധിമുട്ടുകൾ സഹിച്ച് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഒരു 3-4 മാസത്തിന് മുമ്പും അച്ഛൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഓരോ തവണയും ഞങ്ങളിങ്ങനെ ചെയ്യും. അച്ഛൻ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് അച്ഛൻ 99 വരെ ചെയ്യും, ഒരു പാമ്പ് വീഴും, പിന്നെ ഞാൻ 2-ൽ വന്ന് നിൽക്കും. അതും ഈ പറയുന്ന പോലെ ചില മനുഷ്യരുടെ കടന്നുവരവ് നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അവർക്ക് അറിയത്തില്ലായിരിക്കും ഒരു പക്ഷേ അപ്പുറത്തുള്ളവർ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടാവുക എന്ന്. അതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ സാഹിത്യപരമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരെ അവർ പിടിച്ച് സംസാരിപ്പിച്ച് അവരുടെ എന്തൊക്കെയോ ആണെന്ന് നമുക്കൊരു തോന്നലുണ്ടാക്കി മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ മലയുടെ മുകളിൽ ചെന്ന് തള്ളിയിട്ട് കൊല്ലുക എന്ന് പറയും. അതേപോലെ ചിലർ ചെയ്യും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താണ് മനുഷ്യനിൽ നിന്നൊക്കെ കിട്ടുന്ന സന്തോഷം എന്ന് അറിയത്തില്ല.
ഒരിക്കലും ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം വരും. കാര്യം അതിനും നമ്മളെപ്പോലെ ആയിരിക്കും വിഷമം വരുന്നതെന്ന് എനിക്ക് അന്നേരം തോന്നും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ 12 വർഷങ്ങൾ എനിക്ക് പോയതിൻ്റെ കാരണം ഞാൻ ആ അനുഭവിച്ച ഒറ്റപ്പെടലിൽ നിന്നാണ്, അല്ലാതെ വേറെ ഒരു കാര്യവും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ആ ഒറ്റപ്പെടൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കി തീർക്കുന്നത് അവരുടെ ഈ പറഞ്ഞ പോലെ യൗവനവും വാർദ്ധക്യത്തെ പോലെ ഒരുപക്ഷെ അത് ബാധിച്ചേക്കാം. അത് മനസ്സിലാവുന്ന ഒരു കൂട്ടർ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അച്ഛനമ്മമാർ മക്കളെ വിദേശത്തൊക്കെ കല്യാണം കഴിച്ചോ പോവുകയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ തനിച്ചാവുന്ന അച്ഛനമ്മമാരും അമ്മമാർക്ക് ഞാൻ ഈ പറഞ്ഞ വിഷമം മനസ്സിലാവും. കാരണം അവരും ഇത് അനുഭവിക്കുന്നവരാണ്. അവർക്കും മനസ്സിലാവും ഈ പറഞ്ഞ പോലെ സംസാരിക്കാനില്ല ആളില്ലാത്ത, എന്തെങ്കിലും ഒരു സങ്കടം പറയാൻ ആളില്ലാത്ത അതിൻ്റെയൊക്കെ ഒരു സങ്കടം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇതിനകത്ത് ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചവരായാലും അല്ലാത്ത വന്നവരായാലും നമ്മളെ സപ്പോർട്ട് ചെയ്തവരായാലും. അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞാൽ പല കൈകളും ചേർത്ത് നിർത്താൻ ഉണ്ടായില്ലെങ്കിൽ പോലും പുതിയതായ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. അതിന് മെയിനായിട്ട് വേണു സാറ്, അനിൽ സാറ്, അങ്ങനെ MLA, പെരുമ്പഴമാമൻ, അങ്ങനെ ഒരുപാട് പേര്, പറയാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോകുന്നെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തത് അവിടെ നിൽക്കുന്ന ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനോടാണ്. കാര്യം എൻ്റെ അമ്മ 10 മാസം എന്നെ ചുമന്ന് ഈ ലോകത്തിലേക്ക് എനിക്കൊരു ജന്മം തന്നു. ആ നിൽക്കുന്ന മനുഷ്യൻ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് മനസ്സിൽ എന്നെ ചുമന്ന് ഓരോ നിമിഷവും വേദന സഹിച്ച്, ആൾക്കാരുടെ അവഗണന സഹിച്ച് എനിക്ക് പുതിയൊരു ജന്മം തന്ന ആളാണ് അച്ഛ. അന്ന് പറഞ്ഞ സത്യമാണ് അച്ഛ. ആ 12 വർഷങ്ങൾ അച്ഛ ഇപ്പം ഈ 12 സിനിമകളിലൂടെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അതിന് ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ച് നന്ദി പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരുപാട് സന്തോഷം. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. നമസ്കാരം. നമ്മൾ നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള 13 സിനിമകൾ ഇന്നലെ നമ്മൾ റിലീസ് ചെയ്ത തനിയെ ഉൾപ്പെടെയുള്ള 13 സിനിമകൾ യൂട്യൂബിലുണ്ട്. നിങ്ങൾ ആ സിനിമകളെല്ലാം കാണണം. കണ്ടവർ അവരുടെ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങളുടെ ഫോണുകളിലേക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കൂടി അവരുടെ ഫോണുകളിൽ ഈ സിനിമ കാണാൻ ഒന്ന് പ്രേരിപ്പിക്കണം. നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലും നിങ്ങൾ ഉൾപ്പെടുന്ന ബന്ധുക്കൾക്കും ഒക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ഈ സിനിമയെന്ന് കാണണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യണം. നാളെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.